സോ ഗൈസ്, ഇത് ഇപ്പോൾ രാവിലെ അല്ല കേട്ടോ, 12 മണി. ഞാൻ ഇന്നലെ കിടന്നോണ്ട് താമസിച്ചു. രാവിലെ തന്നെ ഇവിടെ ഒരുത്തൻ വന്ന് കയറിയിട്ടുണ്ട്. കണ്ട 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 എന്താ ഇവിടെ കാര്യം? രാവിലെ വന്ന് എന്നെ ഉറക്കത്തിൽ കിടന്ന് എണീപ്പിച്ച് രാവിലെ എല്ലാം ഉച്ചയായി എൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി സെൻ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം, ഇത് ഞാൻ എടുത്ത വണ്ടിയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത വണ്ടിയാണ് കേട്ടോ. അത് ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം ഫ്യൂൽ പമ്പ് വർക്കാവുന്നില്ല. ഫ്യൂൽ പമ്പിൽ നിന്ന് പെട്രോൾ എഞ്ചിനിലോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഹാക്ക് വഴി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം എൻജിൻ നല്ല കണ്ടീഷനിലാണ്, വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായിട്ട് നല്ല കണ്ടീഷനാണോ ഇല്ല എന്നുള്ളത്, പെട്രോൾ പമ്പായി വരുന്നില്ല. അപ്പോൾ എൻജിൻ നല്ല കണ്ടീഷനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാക്ക് ചെയ്ത് ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ജസീമാണ് ഇന്നത്തെ മെക്കാനിക്. കമോൺ ജസീം, അല്ലെ ഊതിയോ കളിയാണ്ട് സ്റ്റാർട്ട് ആകുമ്പോൾ ബാറ്ററി നമുക്ക് വരും. വിഷ്ണു ചേട്ടന് പറഞ്ഞു കേട്ടോ, വിഷ്ണു ചേട്ടൻ വിളിച്ചത്. വിഷ്ണു ചേട്ടൻ വരുമല്ലോ, വിഷ്ണു ചേട്ടൻ വരും. വിഷ്ണു ചേട്ടൻ വണ്ടിയുടെ ബാറ്ററി ഊരി എടുത്ത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ്റെ വണ്ടിയുടെ പമ്പ് ഊരി നമ്മൾ ഇതിലേക്ക് എന്നിട്ട് വിഷ്ണു ചേട്ടൻ നമ്മൾ നടത്തി വിടും. ഇതാണ് കേട്ടോ വണ്ടിയുടെ അവസ്ഥ. ഫുള്ളി നമ്മൾ ഉദ്ദേശിച്ചത് എന്താ പറയുക, ഒരു ബിൽഡാണ് അല്ലേ? ട്രാക്ക് ബിൽഡ് കമ്മ് റോഡ് ബിൽഡ്. റോഡ് യൂസും വേണം, റാലിക്കും കൂടെ യൂസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ റാലി യൂസും പ്ലസ് അതിൻ്റെ കൂടെ വീട്ടിലത്തേക്കും കൂടെ യൂസ് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ പണിയാൻ പോകുന്നത്. വേണ്ടി വീട്ടിലത്തേക്ക് യൂസ് ചെയ്യാനാണ് അത്യാവശ്യം നല്ല പൈസയാവും, പണിയെടുക്കാം. ഇത് മൊത്തം നല്ല പണിയാവും. വണ്ടി കുറച്ച് നാൾ യൂസ് ഇല്ലാണ്ട് റോഡിൽ കിടന്ന, 1 വർഷത്തോളം റോഡിൽ കിടന്ന വണ്ടിയാണ്. പക്ഷേ എൻജിനും ബാക്കി ചാസിയൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ചെറിയ ചെറിയ കുറച്ച് വർക്കുകളുണ്ട്, കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആണ്. ഡെയിലിയിട്ട് കാലം അടിച്ചുകൊണ്ട് പോയി. പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് ചെയ്യണം, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇൻറ്റീരിയർ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഞാൻ പൊളിച്ച് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. നല്ലൊരു സ്റ്റീരിയോ AC എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. കണ്ട 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 ലേശം പണിയുണ്ട്. ഫ്ലോറൊക്കെ കുറച്ച് തുരുമ്പ് കയറിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ ആശാനെ? ഇല്ലെങ്കിൽ എത്ര സെൻറ്റ് ഇരിക്കണം നമ്മളതിൽ, എല്ലാം കൂടെ ഊരി ഞാൻ എൻ്റെ വേണ്ടി ഇരിക്കും. ഈ ബാറൊക്കെ കംപ്ലൈൻറ്റ്, ഈ ബാറൊക്കെ ഇനി മാറണം. നമ്മൾ ലാസ്റ്റായിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ജസ്റ്റ് കൂടെ വണ്ടി മൊത്തം വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. മൊത്തം അലമ്പായി കിടക്കുകയായിരുന്നു, നമ്മൾ ചെളിയായിരുന്നു. അതിന് ശേഷം നമ്മൾ എടുത്തില്ല. നമുക്ക് ഇതിലോട്ട് കയറണമെങ്കിൽ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ വേണം നമുക്ക്. പിന്നെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ടും ഞങ്ങൾ തൊടാതെ ഇത് ഈ വണ്ടി ഇട്ടു. അപ്പോൾ ഇന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരണം, ഉടനെ ഇറക്കണം വണ്ടി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലേ മൊത്തം ചെക്ക് ചെയ്തു കേട്ടോ. ഫ്യൂൽ പമ്പിൻ്റെ റിലേ അല്ല, റിലേ മൊത്തം ഞാൻ ജെസിമിൻ്റെ വണ്ടിയിൽ നിന്നും ഹരിത്തിൻ്റെ വണ്ടിയിൽ നിന്നൊക്കെ മാറ്റിയിട്ടൊക്കെ നോക്കി. പക്ഷേ വണ്ടി വലിയ പ്രശ്നമല്ല. സംഭവം ഫ്യൂൽ പമ്പിൻ്റെ മോട്ടർ എന്തോ കംപ്ലൈൻ്റ് ആവാനാണ് ചാൻസ്. ഇതാണ് പെട്രോളിൻ്റെ ഒരു കണക്ഷൻ ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ഊരി പമ്പ് ചെയ്ത് നോക്കി. പക്ഷേ നോ രക്ഷ, പെട്രോൾ വരുന്നില്ല. പമ്പ് കംപ്ലൈൻ്റ് ആണ്, പിന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആണ്, പമ്പ് വർക്കാവുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോകുന്ന കണക്ഷൻ, വയറിങ് കണക്ഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. വണ്ടി ഞാൻ പറഞ്ഞില്ലേ ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ പെട്രോൾ വരാത്തതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. വിഷയമായിട്ട് വന്നു ശബ്ദം കേട്ടു. ഇവിടെ എല്ലാം ലോക്കായി നിൽക്കണമെന്ന്. വണ്ടി തറയെടുത്തിട്ടിരിക്കണം, ഇത് എവിടെ കയറ്റിയിടുമെന്ന്. ആ ആ ആ ആ ആ പറഞ്ഞു പറഞ്ഞോ. അതാണ് പ്രശ്നമായി. ഇതിന് എവിടെ കയറ്റി ഇടുമെന്ന്, തറയിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞു. വരൂ, കേറും കേറും റിവേഴ്സ് ആയിട്ടായി കേറില്ലേ, ഉറപ്പ് തന്നെ നോക്കാം. ലോവർ ചെയ്ത വണ്ടി ഇവിടെ കയറോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓടി 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 ഓടി
ഓടി ഓടി ഓടി മൊത്തം ഓടി. ആ സൈഡ് നോക്കുമോ? നിങ്ങൾ ആ സൈഡ് നോക്കിയാൽ ഓട് ഓട്. ജസ്റ്റ് മുടി കണ്ട ആശാന്റെ അണ്ണാ, മുടി 2 സൈഡിലോട്ട് അവിടെ തട്ടൂല. ഞാൻ വീട്ടിൽ കൊണ്ട് വന്നേ വണ്ടി കഴിവാൻ സജ്ജീകരണമായിട്ട് വരുമ്പോൾ അതീവ ഡിസ്കഷനാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. വണ്ടി ഇവിടെ കയറൂല, ഞാൻ അവിടെ കോൺക്രീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ അവിടെ 2 പലവ് വാങ്ങിച്ചു തരണം. ലോബയുടെ വണ്ടി കയറ്റേ. പറടാ, നീ ഒന്നുകൂടെ പറടാ, പറടാ പറടാ. വൈഫൈ പാസ്വേഡ്. ഷെണ്ണ ടൈലൈറ്റ് കൊടുക്കണോ? ടൈലൈറ്റ് കൊടുക്കണോ? ഷോപ്പ് ചെയ്യേ. ടൈലൈറ്റ് വരുമോ? ഷെണ്ണ ടൈലൈറ്റ് വരുമോ? ഹെഡ്ലൈറ്റ്. പക്ഷേ വണ്ടി നിങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങൂല, അടിയിരി തന്നിട്ടോ ഞാൻ ചെയ്സാക്കി കൊടുത്തു. അലോയ്സ്, ചെയ്സ്, ബോണറ്റ്, ബോണറ്റ്, ടൈലൈറ്റ്, സൈഡ്, ബമ്പർ, 4 വീല്. ഇത് 1000 വണ്ടിയാണ് കേട്ടോ. ഇതും പ്രോജക്റ്റാണ്. ഒരു കപ്പിൽ കുറച്ച് വെള്ളം വരും. കപ്പിൽ കുറച്ച് വെള്ളം. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ തൊടല്ലേ, അവിടെ ഹോൾ ഉണ്ടെങ്കിലും തൊടല്ലേ. ഞാൻ പറഞ്ഞ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് വെച്ച് അടിച്ച് അവിടെ ജസ്റ്റ് സ്പോട്ട് അടിച്ച് വിടുക, ബാക്കി അടിച്ചില്ലടിക്കുക. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ വണ്ടി ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഴി അടയ്ക്കുക. കുഴി ബോഡി അടിയില്ലേ, നല്ല പൂതായിരിക്കും. അല്ല, ഉപ്പടിച്ച് ഇരുമ്പടിച്ച് പോണം. എടാ വെള്ളം എന്തൊക്കെയാണ് വേണ്ടത്? ഒരു കപ്പിൽ ചേരാൻ വെള്ളം. വാട്ടർ ഇട്ട് പോയി. സൈഡ് തുറക്കുക, ഇടയ്ക്കിടയ്ക്ക് മറ്റേ 200 മറ്റേ സ്പ്രേ ഉണ്ടല്ലോ, ഞാൻ അടിച്ചു കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കും. ഞാൻ ജെസിയും കൂടെ പോയി 2 സാധനങ്ങൾ മേടിക്കാണ്ട്. ത്രോട്ടിൽ ബോഡി ക്ലീനറും പിന്നെ കുറച്ച് സ്ക്രബ്ബറും കാര്യങ്ങളും മേടിക്കാണ്ട്. അപ്പോൾ ഞാൻ ജെസിയും കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അല്ലേ ജസീമേ? ജസീമേ മോട്ടോ വ്ളോഗ് കളിയാ, മോട്ടോ വ്ളോഗ് കളിയാ. ഇതാണ് റൈഡർ ജസീം. ഇറക്കത്തിൽ പയ്യപ്പോ പൊളി 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 കളിയാ.
കണ്ടോ ടോട്ടൽ ബോഡി ക്ലീനർ അടിച്ച് ജസ്റ്റ് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കുക. ടോട്ടൽ ബോഡിക്കകത്ത് ക്ലീനർ അടിച്ചേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പം എൻജിൻ ക്രാങ്കായി സ്റ്റാർട്ടായി വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻജിൻ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ് എൻജിൻ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഒന്ന് സ്റ്റാർട്ടായി കിട്ടുക. ബാക്കി ഉടനെ തന്നെ ചിലപ്പോൾ ഈ വണ്ടിയുടെ ബിൽഡ് ഉണ്ടാവും. ഞാൻ കുറച്ച് ടൈം പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. കുറച്ച് ടൈം പീരീഡ് സമയമെടുത്തേ. ഈ കുറേ സ്പെയറുകളിൽ സോഴ്സ് ചെയ്യാനുണ്ട്. സൈഡ് ഫെൻഡറുണ്ട്, പിന്നെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഈ ഒരു ഇതൊക്കെ നശിച്ചു പോയതാണ്. ഇപ്പം ചെറിയ ചെറിയ പീസുകളൊക്കെ തുരുമ്പുള്ളൂ. ഈ പീസ് മാറണം, ഈ ബാറ് ബെൻഡായതാണ് കണ്ടോ, ഈ ബാറ് മാറണം, പിന്നെ ബാറ്ററി പുതിയ എടുക്കണം. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ. വണ്ടി ഓക്കെയാണ്, ബോഡി വൈസ് വണ്ടി ഓക്കെയാണ്. കുറച്ച് വർക്കുണ്ട്, അത്യാവശ്യം കുറച്ച് വർക്കുണ്ട്. റെഡിയാക്കി എടുക്കാണ്ട് എല്ലാം അവിടെ ചെയ്യാം, പയ്യെ ചെയ്യാം. വണ്ടികൾ ഇത്രയും കിടക്കില്ലേ. ഇത് ഹാരത്തിൻ്റെ വണ്ടി, ഇത് വിഷയമാണ് വണ്ടി. അപ്പോൾ ഹാരത്തിൻ്റെ വണ്ടിയിലും വർക്കുണ്ട്. വിഷയമുണ്ടെന്നാണ് ക്ലീനാണ്. എല്ലാ സെല്ലിനും സീൽ ചെയ്ത് വെൽഡ് ചെയ്ത് സീൽ ചെയ്ത് ഇൻസുലേഷൻ കിടപ്പുണ്ടാടാ. അൽ ബക്കർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓ നല്ല സൗകര്യമാണ്. ആടി 1 2 3 സ്റ്റാർട്ട്. അത് റിട്ടേൺ സാധനം ഇരിക്കട്ടെ. മറ്റേ മുകളിലത്തെയാണ് ഫിൽറ്റർ. ആ ഫിൽറ്റർ വഴിയേ കയറുള്ളൂ. നീ ആ ഓസ് മാറ്റി ഇതിന് മുകളിലത്തെ കൊടുത്തു. ഓക്കെ റെഡിയാ. അതല്ലേ അത് തന്നെ. പെട്രോൾ ഇറങ്ങില്ലടാ അതിൽ. അപ്പോൾ പ്ലാൻ ഫെയിലാണ് കേട്ടോ അത്. കാരണം വയറിങ് ഇഷ്യൂ ആണ്. ഇ സി എം സീനാണ്. ഇ സി എമ്മിൽ പവർ വരുന്നില്ല. കാരണം ഈ വണ്ടി കറണ്ട് വരുന്നില്ല ഡിസ്ട്രിബ്യൂട്ടറിലോട്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഇ സി എം ഈ വണ്ടിയുടെ ഇ സി എം ഊരി ഇപ്പോൾ ഇതിൽ ഊരിയിട്ടിരിക്കുകയാണ്. ഒരു ഹരത്തിൻ്റെ വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് ഹരത്തിൻ്റെ ഇ സി എം വെച്ച് ഇതിലും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഇ സി എം ഹരത്തിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ക്രാങ്ക് ആവുന്നുള്ളൂ, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ അതിനർത്ഥം എൻ്റെ ഇ സി എം കംപ്ലൈൻറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വയറിങ് ഇഷ്യൂ ഉണ്ട്. ഇതിൽ കറണ്ട് വരുന്നില്ല, പമ്പ് ഓൺ ആവുന്നില്ല, അങ്ങനെ 2-3 ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. ഇത് ഇവിടെ നെടുമങ്ങാടി തന്നെ ഒരു ഇലക്ട്രിക് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് വണ്ടി എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പ്ലാന്. അപ്പോൾ ബാറ്ററി ഒരെണ്ണം വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഇ സി എം ചിലപ്പോൾ എടുക്കേണ്ടി വരും. കുറച്ച് സാധനങ്ങൾ സ്പെയർ എടുക്കേണ്ടി വരും. യാർഡിൽ നിന്ന് എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. ഒരു 2 വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. വർക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ അവരുടെ കൈക്ക് വേറെ എന്തെങ്കിലും വഴി കൂടെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അവർ ക്ലിയർ ആക്കി തരും. ഇല്ലെന്നുണ്ടെങ്കിൽ സ്പെയർ എടുക്കാം, ഇഷ്യൂ ഇല്ല. അപ്പോൾ അതാണ് പ്ലാന്. നോക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് ഈ വണ്ടി അപ്പോൾ ഇനി പെൻഡിങ് ആണ്. അടുത്ത് ഹരത്തിൻ്റെ വണ്ടിയിൽ അപ്പോൾ തുരുമ്പ് കയറിയതെല്ലാം അടിച്ച് ഉണങ്ങായിട്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഇ സി എം കേട്ടോ. ഇത് ഹരത്തിൻ്റെ. അത് ആ ഇ സി എം വെച്ച് ഇതിൽ വെച്ച് അടിച്ചപ്പോൾ ഈ വണ്ടി ക്രാങ്ക് ആവുന്നുള്ളൂ, എടുക്കുന്നില്ല. അപ്പോൾ ഇത് വെച്ച് അതിലടിച്ചിട്ട് അത് എടുക്കുന്നില്ല. അതിൽ പക്ഷേ കറണ്ടും വരുന്നില്ല, അതാണ് സീൻ. അപ്പോൾ ഇനി ഈ വണ്ടി ഈ അകത്താപ്പോൾസറി എല്ലാം അടിച്ച് വൃത്തിയാക്കി ഇടുക. അപ്പോഴത്തേക്ക് ഹരത്തിനെ ഞാൻ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഹരത്ത് പുറത്തോട്ടൊന്ന് പോവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇതിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കും. ഹരത്തിനുണ്ട് കേട്ടോ. ഹരത്ത് മൊത്തം പൊളിച്ചടുക്കി വെച്ചിരിക്കുകയാണ് വേണ്ടി. അതിനും ഒന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നില്ല അവിടെ തുരുമ്പിൻ്റെ ഷീൻ ഉണ്ടായിരുന്നത്. അത് ഇന്നലെ കൊണ്ടുപോയി ക്ലിയർ ചെയ്തപ്പോൾ എംസിലിട്ട് അടച്ചു. കാരണം ഇതിൽ ലൊട്ട് പണികളെ ഇതിൽ നടക്കുകയുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്പെയർ ഭയങ്കര ശോകമാണ്. മീൻസ് കിട്ടും ഫ്രഷ്, പക്ഷേ കുറേ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെയറുകൾ നമുക്ക് സെക്കൻഡ്സ് എടുക്കാനേ പറ്റുള്ളൂ. ബാക്കി കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഫ്രഷ് എടുക്കാൻ പറ്റുള്ളൂ. അതും പല ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ ഇത് ചില സാധനങ്ങൾ പ്രത്യേകിച്ച് ഈ ബോഡിയൊക്കെ നമുക്ക് ഇനിയിപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ നമ്മളുടെ അറിവിൽ നമ്മൾ കുറച്ച് റിസർച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി കണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് മേജർ നമ്മളെ പ്രോജക്റ്റ് വർക്കാണ്.
ഈ വണ്ടി. അത് വിഷ്ണുവിൻ്റെ ഡെയിലി, ഇത് ഹരിത്തിൻ്റെ ഡെയിലി, ജെസിൻ്റെ ഡെയിലി വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയിൽ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ഈ ഒരു ഡോർ തൂങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം ഇവിടെ മുന്നേ കിടന്ന ആളുടെ കയ്യിൽ എന്തോ തട്ടിയത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്ന വണ്ടിയാണ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നപ്പോൾ തട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഡോർ തൂങ്ങിപ്പോയി. ഇനി അത് ക്ലിയർ ചെയ്യണം. ഇനി ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. 10 ടി വിയുടെ കാണണം. എന്റെ വണ്ടിയുടെ ബോണന്റെ മണ്ടയിലുണ്ടായിരുന്നു, അത് കൈവിട്ടു. അപ്പോൾ ജസ്റ്റ് ഈ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടടിച്ച് വിട്ട് ജസ്റ്റ് ചുമ്മാ, വേറെ പണിയൊന്നുമില്ല. ഇവൻ്റെ വണ്ടിയിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. തുരുമ്പുള്ള ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിക്ക് അടിച്ച് വിട്ടിട്ടുണ്ട്. ഈ മെയിൻ ഫ്ലോറാണ് എപ്പോഴും വെള്ളം ഇറങ്ങിയ സീനാണ്. അപ്പോൾ വെള്ളം ഇട്ട് ചെക്ക് ചെയ്യാൻ ഇല്ല, ലീക്ക് വലുതായിട്ടില്ല. കുഴപ്പമില്ല, വലുതായിട്ടില്ല, ലീക്ക് ഒട്ടും ഇല്ല. ആ ECM എടുത്ത് മാറ്റി വെച്ചാണ്. അപ്പോൾ എൻ്റെ വണ്ടി നമ്മൾ ഫ്ലോറെല്ലാം അത്യാവശ്യം നല്ല വൃത്തി അടിച്ച് വിട്ടു. അപ്പോൾ ദിസ് ഈസ് അവർ സാറ്റർഡേ. ഈ നാളെ എന്തെങ്കിലും പണി ഉണ്ടാകുന്നത് നാളെ കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാരേജ്. ഇപ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ വീട്ടിൽ തന്നെ, ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ജസീമിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഹരിത്തിൻ്റെ വീട്ടിൽ, ഏതെങ്കിലും വീട്ടിലൊക്കെ ഇട്ടായിരിക്കും ഇതുപോലെ പണിയുന്നത്. അതെ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല നമുക്ക് ഗാരേജായിട്ട്. ഓരോ ആഴ്ചയിൽ ഓരോ ഗാരേജാണ്. ഗാരേജ് തല ഉരുങ്ങൂടാ മെയിൻ എൻ്റെ കയ്യിൽ. നീ എങ്ങനെ ഞാൻ അടിച്ചു അപ്ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Type 2 മൈനറിൻ്റെ ബമ്പറാണ് ഈ വണ്ടിയിൽ, ബാക്ക് ബമ്പറാണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട്. പക്ഷേ അത് അത്യാവശ്യം അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് വെക്കണമെന്നുള്ളത്. അവനത് ക്ലിയർ ചെയ്ത് വെച്ചു. ആണോ, നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ പുറത്ത് കൊടുക്കാതെ, മാക്സിമം പുറത്ത് കൊടുക്കാണ്ട് നമ്മളെ കയ്യിൽ നിൽക്കുന്ന പണികളാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പുറത്ത് കൊടുക്കുന്നത് വളരെ ചാൻസ് കുറവാണ് നമ്മൾ പുറത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ, എക്സാമ്പിൾ ഈ ഇലക്ട്രിക് വർക്കൊക്കെ, എൻജിൻ ഇലക്ട്രിക് വർക്കൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം, അല്ലാണ്ട് മാക്സിമം പ്രോ ഒന്നുമല്ല ഞങ്ങൾ. അപ്പോൾ ഇത് എൻ്റെ ഈ വണ്ടിയുടെ ECM നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിൽ കറണ്ട് വരുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഫ്യൂൽ പമ്പ് ഓണാവുന്നില്ല, അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മേജർ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പുറത്ത് കൊടുത്ത് ഇലക്ട്രിക് കടയിൽ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതാണ് പ്ലാൻ. സെറ്റ് ചെയ്യാം. ബാക്കിൽ സീറ്റിലും ആയിട്ടുണ്ട്. ബാക്കിലുമായി ഇവിടെ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ബാക്കി എന്താണ് അപ്ഡേറ്റ് ഈ വണ്ടിയിൽ വരുന്നത് എന്നുള്ളത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. പിന്നെ വിശ്വണ്ണൻ്റെ വണ്ടിയുടെ എഞ്ചിൻ നമ്മൾ ഉടനെ ഊരുന്നതായിരിക്കും. അല്ലേ വിശ്വണ്ണ? 1.3 എഞ്ചിൻ വിത്ത് XCD ക്ലച്ച്. ഓക്കെ, ഷോർട്ട് ഗിയർ ബോക്സ്, 4 വീലും ഡിസ്ക് ബ്രേക്ക്, ഡിഫ്യൂസർ, പവർ ഫിൽട്ടർ, ഡിഫ്യൂസർ, ഇതെല്ലാം വെച്ച് ഇല്ല വിഷയമാണ്. ഇനി ഉടനെ ചെയ്യാൻ പോകുന്ന വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. പെയിൻറ്റ് ക്ലിയർ ചെയ്യും. പിന്നെ 2 സീറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ആശാൻ. അത് സീറ്റ് ഏതാണെന്ന് ആശാൻ പറയില്ല. ഇരിപ്പ് പോയിക്കേ കള്ളപ്പന്നി. ഒരു ചിട്ടി വീഴാണ്ട് ചിട്ടി വീഴ്ന്നിട്ട് വണ്ടിയുടെ സീറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഇറക്കും. ബാക്കിയെല്ലാം അത്യാവശ്യം നൈസ് ക്ലീൻ ആയിട്ടാണ് ഈ വണ്ടി ഉള്ളത്. മതാലസ ഇത് വേറൊരു തൈ നിന്നെ തന്നെ ഡേ. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Drift. Kick shift.